ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പീറ്റർ പാൻ കോളർ നെക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു യൂണിഫോമിന്റെ പീസിലാണ് കാണിക്കുന്നത്. 5 വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ മെഷർമെന്റ് ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം മെഷർമെന്റ് ഇതിൽ കൂട്ടിയെടുക്കണം എന്നുള്ളതൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ വിശദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പീസാണ് ഞാൻ ഇതിന്റെ യോക്ക് ഭാഗത്തിന് യൂസ് ചെയ്യുന്നതും. ഇതാണ് നമ്മൾ കോളർ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കേട്ടോ. ഇത് ഫ്രണ്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പീസ് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് അളവുകളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഞാൻ ബാക്ക് പീസ് ഈ ഫ്രണ്ട് പീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് പീസിൽ ഞാൻ സിബ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ ആദ്യം ഫ്രണ്ട് ഭാഗം മാത്രം ഞാൻ ആദ്യം ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഞാൻ ഇതിന്റെ ഷോൾഡർ എടുക്കുന്നത് 9 ഇഞ്ചാണ്. അപ്പൊ നമുക്കൊരു 4.5 ഇഞ്ച് ഇവിടെ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. 4.5 ഇഞ്ചും അതേപോലെ തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ചും കൂട്ടിയിട്ട് ഞാനിവിടെ 5 ഇഞ്ച് ടോട്ടല് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴേക്ക് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 4.5 ഇഞ്ച് ഇതിന്റെ ആം ഹോളും അടയാളപ്പെടുത്തുന്നുണ്ട്. ഷോൾഡറിന്റെ നേർപകുതിയാണ് നമ്മൾ ആം ഹോൾ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ. പിന്നെ നമുക്ക് ഇതിന്റെ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 22 ഇഞ്ചാണ്. ചെസ്റ്റ് റൗണ്ടിന്റെ 4/1 ഭാഗം 5.5 ഇഞ്ചും അതിൽ കൂടി 1 ഇഞ്ച് കൂട്ടിയിട്ട് 6.5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ തയ്യൽ തുമ്പിനായിട്ട് ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുത്തു. പിന്നെ നമ്മൾ ഈ ആം ഹോള് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 4.5 ഇഞ്ചാണല്ലോ, അതിന്റെ നേർപകുതി നമ്മൾ ഇതേപോലെ ടേപ്പ് ഒന്ന് മടക്കി വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഇതേപോലെ ഒരു കർവ് ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുന്നു. പിന്നെ ഇതിന്റെ വേസ്റ്റ് റൗണ്ട് വരുന്നതും 22 ഇഞ്ച് തന്നെയാണ്. അപ്പൊ ഞാൻ ഇവിടെയും ആ ഒരു 6.5 ഇഞ്ചും അതേപോലെ തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ചും കൊടുക്കുന്നുണ്ട് ഇതേപോലെ. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും തമ്മിൽ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്യാനുള്ള ലൈനും ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈനും ആണ് കേട്ടോ. പിന്നെ നമുക്കിതിന്റെ നെക്ക് അടയാളപ്പെടുത്തണം. പീറ്റർ പാൻ കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ഇടുങ്ങിയ രീതിയിലാണ് ഞാൻ ഈ ഒരു നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത്. ചിലര് നല്ല വെടുത്തിലാക്കിയിട്ട് ഇറക്കം കൂട്ടിയിട്ടൊക്കെ എടുക്കാറുണ്ട്. ഞാനിവിടെ അത്യാവശ്യം കുറച്ച് കയറി നിൽക്കുന്ന നെക്ക് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഒരു 2 ഇഞ്ച് വെടുത്താണ് ഞാൻ വിടുന്നത്. തയ്ച്ചു വരുമ്പോൾ അതൊരു 2.5 ആയി മാറും കേട്ടോ. അപ്പൊ ഇവിടെ 2.5 ഇഞ്ചിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഇഞ്ച് ഇപ്പൊ ഞാനിവിടെ അടയാളപ്പെടുത്തുകയാണ്. പിന്നെ അതേപോലെ താഴേക്ക് ഒരു 3 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഇതേപോലെ ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുക. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ നമ്മൾ റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുക. അപ്പൊ ഇതിന്റെ നേർപകുതി 1.5 ഇഞ്ചിൽ ഇവിടെ ഒരു അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ 1 ഇഞ്ച് വിട്ടിട്ട് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചാൽ നമുക്ക് നെക്ക് കട്ട് ചെയ്യാനുള്ള ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നേരത്തെ, അത് നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലൂടെ ഫ്രണ്ട് ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ബാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പീസ് ഇതേപോലെ സെന്ററിൽ ഇങ്ങനെ മടക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ ഈ ഫ്രണ്ട് കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട്, തയ്യൽ തുമ്പ് മീൻസ് ഇവിടെ ഞാൻ സിബ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ വെച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇത് ചെറിയ കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ ഇതിന്റെ ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്യുന്നൊന്നുമില്ല. വലിയവർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇതേപോലെ കുഴിച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ യോക്കിന്റെ അളവൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല, കാരണം എനിക്ക് 10 ഇഞ്ചാണ് യോക്ക് ആവശ്യമുള്ളത്. അപ്പൊ അതിൽ കൂടി 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 11 ഇഞ്ച് എടുത്തു. കാരണം ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ചും
ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ചും പോകും. അതിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ 1 ഇഞ്ച് കൂട്ടിയിട്ട് ഞാൻ ഇതിന്റെ ലെങ്ത് എടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഇപ്പൊ ഒരു 5 വയസ്സായ കുട്ടിയായതുകൊണ്ടാണ് നെക്കിന്റെ വിടുത്ത് ഞാൻ 2 ഇഞ്ച് മാത്രം കൊടുത്തിട്ടുള്ളത്. തയ്ച്ചു വരുമ്പോൾ 2.5 ഇഞ്ച് ആവും കേട്ടോ. പിന്നെ നെക്കിന്റെ ഇറക്കം ഞാനൊരു 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ബാക്ക് നെക്ക് കുറച്ച് കയറ്റിയിട്ടാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഇതേപോലെ ബാക്ക് നെക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നത് 1 ഇഞ്ച് മാത്രമാണ് ഇറക്കം കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു വിടുത്ത് എന്ന് പറയുന്നത് ഇതേ 2 ഇഞ്ച് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ ഇതേപോലെ ചരിച്ചിട്ടൊരു ഇതേപോലെ ഒന്ന് കർവ് ഷേപ്പ് പോലെ വരച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക് വരുന്നത് കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ സെയിം ആക്കിയിട്ട് ഇതിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും ഉള്ള പീസ് കട്ട് ചെയ്തെടുത്തു. പിന്നെ സിബ് വെക്കാനായതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഈ ഫോൾഡ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ബാക്കിലത്തെ പീസ് മാത്രം. ഇത് ഫ്രണ്ടിലേക്കുള്ള പീസാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഷോൾഡർ ആദ്യം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതേപോലെ ബാക്ക് പീസിന്റെ നല്ല വശവും ഫ്രണ്ട് പീസിന്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇതിന്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇതേപോലെ 2 ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കിൽ സിബും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിബ് അറ്റാച്ച് ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. എല്ലാം കൂടെ ആയി കഴിഞ്ഞാൽ കൂടുതൽ ലെങ്തി ആയി പോവുള്ളൂ. അപ്പൊ ഇതിന്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കണ്ട്. ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ വിശദമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ബാക്കിൽ സിബ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നമ്മളിത് രണ്ടും അറ്റാച്ച് ചെയ്തെടുത്തല്ലോ. ഇനി ഇതിന്റെ സെന്റർ ഇതേപോലെ മടക്കി പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചെടുക്കണം. ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക. ബാക്കിന്റെ നല്ല വശം ചേർത്ത് ഇതേപോലെ വെക്കുക. അതേപോലെ ഫ്രണ്ടിന്റെ നല്ല വശം ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക. ഇങ്ങനെ നമുക്കൊന്ന് മടക്കിയെടുക്കണം. ഇതിന് ശേഷമാണ് നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള കോളറിന് ആവശ്യമായിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ക്യാൻവാസിൽ ചെയ്യേണ്ടവർക്ക് ക്യാൻവാസിൽ ചെയ്തെടുക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് അത് ട്രേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പേപ്പർ എടുക്കാം. ഈ എടുക്കുന്ന പേപ്പറിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ, അതായത് എടുക്കുന്ന പീസ്, നമ്മൾ എടുക്കുന്ന പീസ് ഉണ്ടല്ലോ, കോളർ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പീസ്, ആ പീസിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, അതായത് നമ്മളെ ഷോൾഡർ വരുമല്ലോ, ഷോൾഡർ നമ്മൾ എത്രയാണോ എടുത്തിട്ടുള്ളത് അത്ര വീതി നമ്മൾ മടക്കി വെച്ച ഈ ഒരു പേപ്പറിന് ഉണ്ടായിരിക്കണം. ഇതിങ്ങനെ മടക്കിയിട്ടാണ്, 2 മടക്കാക്കിയിട്ടാണ് ഞാൻ ഇത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ മടക്കി വെച്ച പേപ്പറിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഈ ഒരു ഷോൾഡറിന്റെ അത്രയും വീതിയെങ്കിലും ഉണ്ടാവണം. മനസ്സിലായല്ലോ? പിന്നെ അതേപോലെ ഇതിന്റെ ഒരു ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ ഈ ഷോൾഡറിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നെക്കിന്റെ വിടുത്ത് എത്രയാണോ അതിൽ കൂടി ഒരു 4 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കുക. അതായത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് നെക്കിന്റെ ഇറക്കം, അതേപോലെ തന്നെ 4 ഇഞ്ച് ഇതിന്റെ കോളറിന്റെ ലെങ്ത് നമ്മൾ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അപ്പൊ നമുക്ക് ടോട്ടൽ 7 ഇഞ്ച് കിട്ടും. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ചാണല്ലോ നമ്മള് ബാക്കിനൊക്കെ ഇറക്കിയത്. അപ്പൊ 8 ഇഞ്ച്, ഈ 7 ഇഞ്ചും ഈ 1 ഇഞ്ചും കൂട്ടിയിട്ട് 8 ഇഞ്ചായി. ഇതിൽ കൂടി നമ്മളൊരു 3 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കുക. മനസ്സിലായല്ലോ? ടോട്ടൽ 11 ഇഞ്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്രയും നീളമുള്ള ഒരു പീസെങ്കിലും നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് ഈ ഒരു ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ആദ്യം ഈ മടക്കി വെച്ച പീസ് ഉണ്ടല്ലോ, ഇതിങ്ങനെ താഴെ വെക്കുക. അതിന്റെ മുകളിൽ നമ്മൾ ഈ മടക്കി വെച്ച പീസ് വെച്ചു കൊടുക്കുക. അപ്പൊ ഇത് വെക്കുമ്പോ നമ്മുടെ ഈ ഫ്രണ്ടില് മടങ്ങി വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഈ മടക്ക് വരുന്ന, അതായത് ഇത് മടക്കി വെച്ച പേപ്പറാണ്, ഈ മടക്കി വെച്ച പേപ്പറിന്റെ മടക്ക് വരുന്ന വശത്തേക്ക് തന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചു കൊടുക്കണം. ഇത് കറക്റ്റ് ഒപ്പാക്കിയിട്ട് വെച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾക്ക് കോളറിന്റെ ഇറക്കം എത്രയാണോ വേണ്ടത് അത് നമ്മൾ ആദ്യം ഒന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അതായത് ഞാനിവിടെ ഇപ്പോ ഫ്രണ്ട് ഭാഗത്തേക്ക് എടുക്കുന്ന കോളറിന്റെ ഇറക്കം എന്ന് പറയുന്നത് 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പ് ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് പോകും. അപ്പൊ തയ്ച്ചു വരുമ്പോൾ നമുക്കൊരു 2.25 ഇഞ്ച് ഒക്കെയാണ് ഫ്രണ്ടിലത്തെ കോളറിന്റെ ഇറക്കം വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്കൊരു പോയിന്റ് അടയാളപ്പെടുത്തി കൊടുക്കാം.
ഇനി ആ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ നെക്കിന്റെ കറക്റ്റ് ഈ ഒരു ഭാഗം ഇതേപോലെ വെച്ചു കൊടുക്കാം. ഈ പോയിന്റും ഈ ഒരു നെക്കിന്റെ ഭാഗവും ഒപ്പമാക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ കറക്റ്റ് ഇതേപോലെ ഒപ്പം മടക്കി വെക്കണം കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതേപോലെ കറക്റ്റ് ആക്കിയിട്ട് ബാക്കി പീസൊക്കെ കറക്റ്റ് മടക്കി കൊടുക്കണം. എന്നിട്ട് ഈ ഒരു വശം നമ്മൾ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന വശം ഇതേപോലെ വെക്കുക. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ ചെരിച്ചിട്ടാണ് വെച്ചു കൊടുക്കുക. അല്ലാതെ ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ആക്കി പിടിക്കരുത്. നമ്മൾ ഈ ഒരു മടക്ക് വരുന്ന വശത്തേക്ക് ഈ ഒരു ഭാഗവും വരണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെക്കരുത്. അപ്പൊ ഇവിടെ കണ്ടോ ചുളിവ് വരുന്നത്. ഇതേപോലെ നമ്മൾ കോളർ വെച്ച് കഴിയുമ്പോഴും ഇങ്ങോട്ടേക്ക് ആകെ ചുളിഞ്ഞിട്ടായിരിക്കും നിൽക്കുക. അതുകൊണ്ട് ഇതിനെ അങ്ങോട്ട് ഫ്രീ ആക്കി വിടുക. അതായത് ഈ ഒരു മടക്ക് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ എങ്ങനെയാണോ ഈ കോളറിന്റെ ഈ ഒരു ഭാഗം നിൽക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇപ്പൊ കണ്ടോ, ഇതിങ്ങനെ കുറച്ച് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ ചെരിഞ്ഞിട്ടാണല്ലോ ഇത് നിൽക്കുന്നത്. ഇത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ ഇത് കുറച്ച് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അത് നമ്മളിവിടെ ഷോൾഡർ സ്ലോപ്പ് ചെയ്തിരിക്കണു. അപ്പൊ അതിന്റെയൊക്കെ ഒരു ചെരിവ് ഇതിന് വരും. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇത് എങ്ങനെയാണോ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് അതേപോലെ ഇവിടേക്ക് ചെരിച്ചിട്ട് വെച്ചു കൊടുക്കുക. ഇതേപോലെ വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റ് ഇതേപോലെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു റൗണ്ട് ഇതേപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിപ്പോ ഒരു പേപ്പറിലാണ് ആദ്യം ചെയ്ത് കാണിക്കുന്നത്. ഫസ്റ്റ് ചെയ്യുന്നവർ എന്തായാലും പേപ്പറിൽ തന്നെ ചെയ്തോളൂ കേട്ടോ. ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുക. മനസ്സിലായല്ലോ? ഇവിടെ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് സിബ് വെക്കുന്നതായതുകൊണ്ട് തന്നെ ഇവിടെ സിബ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ മടക്കി തയ്ച്ചിട്ടുണ്ട് ഈ ഒരു വശം. അതുകൊണ്ട് ഞാൻ ഇതിനെ കറക്റ്റ് ആക്കിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾ സിബ് വെക്കാതെ കുളത്ത് എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഓപ്പൺ ഇടുകയാണെങ്കിലും ആദ്യം ആ ഓപ്പൺ ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. മറിച്ച് തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ വെച്ചിട്ട് അടയാളപ്പെടുത്തുക. അപ്പൊ കറക്റ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടി. കണ്ടോ, ഇതാണ് നമ്മുടെ നെക്കിന്റെ ആ ഒരു നെക്ക് റൗണ്ട് വരുന്നത് ടോട്ടല്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി, ഇവിടെ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി, ഇവിടെ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നതിന് പകരം ഇവിടേക്ക് എത്തുമ്പോൾ ഞാനൊരു 2.25 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴേക്ക് ഞാനൊരു 2.25 ആക്കി. ഇവിടേക്ക് വരുമ്പോൾ ഞാനൊരു 2 ഇഞ്ചാക്കി. ഇനി ആ ഒരു 2 ഇഞ്ചിൽ തന്നെ ബാക്കി വരുന്ന ഭാഗം കംപ്ലീറ്റ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി എടുക്കാം കേട്ടോ. അതായത് ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മുടെ കോളർ കുറച്ച് വീതി കൂടുതലും സൈഡിലേക്ക് വരുമ്പോൾ വീതി കുറഞ്ഞിട്ട് വരും. എന്നിട്ട് ബാക്കിലേക്കും വീതി കുറവായിരിക്കും. ബാക്കിൽ ഞാൻ കറക്റ്റ് ഈ ഒരു 2 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ഇതേപോലെ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഇത് തമ്മിലൊന്നിങ്ങനെ യോജിപ്പിച്ചിട്ടെടുക്കാം. ഇങ്ങനെ ഞാനിത് യോജിപ്പിച്ചെടുത്തു. കണ്ടല്ലോ? ഇനി ഇത് തമ്മിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് ഇത് ബാക്ക് ഭാഗം കേട്ടോ, ഈ ബാക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വശത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് പോലെ വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് സ്ട്രൈറ്റ് ഒരു ലൈൻ വരക്കുക. എന്നിട്ട് ഇതേപോലെ അടയാളപ്പെടുത്താം. അതേപോലെ നമുക്ക് ഈ ഒരു ഫ്രണ്ടിലും അടയാളപ്പെടുത്തി എടുക്കാണ്ട്. ഫ്രണ്ടിൽ ഞാനിവിടെ ഒരു 3/4 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. 3/4 ഇഞ്ചിൽ ഞാനൊരു പോയിന്റ് അടയാളപ്പെടുത്തി. ആ പോയിന്റിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സെന്ററിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. കണ്ടല്ലോ? ഇനി ഈ ഒരു വശത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ കോളറിന്റെ ഷേപ്പ് വരുന്നത്. ഇതിലിപ്പോ 2 പീസ് വരുന്നുണ്ട്. ഞാൻ മടക്കിയിട്ടാണല്ലോ ഈ ഒരു പേപ്പർ വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം.
കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു കോളറിന്റെ വീതി എത്രത്തോളം ഫ്രണ്ടിലേക്ക് വരണം ആ വീതി ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിൽ നിന്ന് വീതി കുറച്ചിട്ട് ഈ ഒരു ഷോൾഡർ വരുന്ന ഭാഗത്തേക്ക് അടയാളപ്പെടുത്തുക. അതേപോലെ തന്നെ ബാക്കിലേക്കും കുറച്ചിട്ട് അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. അതിന് പ്രത്യേക മെഷർമെന്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. അതേപോലെ തന്നെ ഇതിന്റെ ഷേപ്പുകൾ തമ്മിൽ വ്യത്യാസം, ഇത് നമ്മളിപ്പോ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അത് തന്നെ നമ്മളിങ്ങനെ വി ഷേപ്പ് ആക്കിയിട്ടും അങ്ങനെ പല ഷേപ്പിലാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പീറ്റർ പാൻ കോളർ വെച്ചിട്ട് തന്നെ പല മോഡലായിട്ടുള്ള പല ഷേപ്പിൽ വരുന്ന പീറ്റർ പാൻ കോളറുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോകൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ ഷേപ്പിലൊക്കെ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മളെ കോളർ ഏത് ഷേപ്പിലാണ് വരുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. പിന്നെ ഇത് ചിലർ ഇങ്ങനെ സ്കാലോപ്പ് പോലെ ആക്കിയിട്ടൊക്കെ നമുക്ക് ഇത് ചെയ്തെടുക്കാം. ഇവിടെ കംപ്ലീറ്റ് നമുക്ക് സ്കാലോപ്പ് ഡിസൈൻ ആക്കിയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ പീറ്റർ പാൻ കോളർ നെക്കിന്റെ പല വെറൈറ്റി മോഡലുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ മെത്തേഡ് ഒന്നാണ്. നമ്മൾ ഈ വരക്കുന്ന ഡിസൈൻ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെ കോളർ ഉണ്ടാവുക. അത്രയുള്ള വ്യത്യാസം. പിന്നെ ഇവിടെ എത്രയാണോ ഇറക്കം വേണ്ടത് അതിനേക്കാളും കുറച്ചിട്ട് ഈ ഷോൾഡറിന്റെ ഇവിടേക്കും ബാക്കിലേക്കും കൊടുക്കുക. അത്രമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ ബാക്ക് വശത്ത് നമ്മൾ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒരു ലൈൻ വരച്ചിട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് വശത്ത് നമ്മളൊരു 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റ് വരച്ചിട്ട് അതൊന്ന് സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് അവിടെ നിന്ന് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മുടെ കോളർ നെക്ക് ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കണം കേട്ടോ. ഇതേപോലെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളിത് ഇതിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ഒരു കട്ട് ചെയ്തെടുത്ത ഈ ഒരു നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ ഷോൾഡർ മൂട്ടിയിട്ട് എടുത്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കാട്ടോ. അതായത് ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ഈ ഒരു ഭാഗം വരെ എത്തുന്നില്ല എന്നുള്ളത് നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണ്. കണ്ടോ, കറക്റ്റ് എനിക്ക് ഈ ഒരു അറ്റം വരെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേറെ പീസിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പീസ് നമുക്ക് മാറ്റേണ്ടി വരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ലെങ്കിൽ. ഇനി നമുക്ക് ഇതില് വെച്ച് കൊടുക്കുന്നത്, നമ്മൾ കോളർ വെക്കുന്നത് ഈ ഒരു പീസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഈ പീസിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ 2 കോളറിന്റെ പീസുകൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ആദ്യം നമുക്ക് ഈ 2 പീസ് ക്യാൻവാസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ക്യാൻവാസ് വെക്കാതെ വേണമെങ്കിലും തയ്ച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മൾ രണ്ടും ഇങ്ങനെ തന്നെ വെക്കണം. അതായത് ഒന്ന് ഈ ഭാഗത്തേക്കും ഒന്ന് ഈ ഭാഗത്തേക്കുള്ള പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ അത് ഇതേപോലെ ഇങ്ങോട്ടേക്ക് നീക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങോട്ടേക്ക് നീക്കി വെക്കുക. ഇത് നമ്മൾ തുണി അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് എങ്ങനെയാണോ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ യൂണിഫോം ഒക്കെ ആവുന്ന ടൈമിൽ അത്യാവശ്യം കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റിൽ തന്നെ ഉള്ളൂ നമുക്ക് തുണി അവൈലബിൾ ആയിട്ടുണ്ടാവുക. അത് പിന്നെ നമ്മൾ ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഭാഗം ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് നമ്മളൊരു പിൻ എന്തെങ്കിലും കുത്തി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാം. ക്യാൻവാസ് വെക്കുന്നില്ലെങ്കിൽ നമുക്ക് ക്യാൻവാസ് വെച്ചിട്ടാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ക്യാൻവാസിൽ നമുക്ക് ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഒരു പീസ് ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ അയൺ ചെയ്തുകൊണ്ട് ഇത് ഇവിടെയും ഇത് ഇവിടെ ആക്കിയിട്ട് നമ്മൾ ഇതൊന്ന് അയൺ ചെയ്തിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ ഉറപ്പിച്ച് കഴിയുമ്പോൾ ഇത് ഇതിൽ ഇങ്ങനെ ഫിക്സ് ആയി നിൽക്കുമല്ലോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ ഈ ഒരു പുറത്തു കൂടെ, അതായത് നമ്മൾ ഈ നെക്ക് റൗണ്ട് വിട്ടിട്ട് ബാക്കി വരുന്ന ഭാഗത്തു കൂടെ ഈ ക്യാൻവാസിൽ തട്ടാതെ അതിന്റെ പുറത്തു കൂടെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് ചെയ്യുക. ഇതേപോലെ റൗണ്ടിൽ. അതേപോലെ ഈ ഒരു വശത്തും നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ ബാക്കിൽ 2 പീസ് വെക്കണം കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ 2 പീസ് വെച്ചിട്ട് വേണം നമ്മൾ ക്യാൻവാസ് ഒട്ടിക്കുക. എന്നിട്ട് തയ്ച്ചെടുക്കുക. എന്നിട്ട് ഇത് മറിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇപ്പൊ ഞാൻ ക്യാൻവാസ് വെച്ചിട്ടല്ല ചെയ്യുന്നത്, കാരണം ഇത് അത്യാവശ്യം കട്ടിയുണ്ട്. ഇനി ഇതിൽ നമ്മൾ ക്യാൻവാസും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയായി പോവും. അതുകൊണ്ട് ഞാൻ ഇതേപോലെ തന്നെ വെച്ചിട്ട് ഇത് ഇതിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ പേപ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ മുകളിലൂടെ മാർക്ക് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു 1/2 ഇഞ്ചെങ്കിലും വിട്ടിട്ട് വേണം നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. ഇതേപോലെ ഞാൻ ഈ ഒരു സ്കെച്ച് വെച്ചിട്ട് തന്നെ ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. തുണിയുടെ ചീത്ത വശത്താണ് നമ്മൾ ഇത് വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. തുണിയുടെ നല്ല വശമാണ് ഇതിന്റെ ഉൾഭാഗത്ത് വരേണ്ടത്. അതായത് ഈ 2 പീസ് വെച്ചിട്ടുണ്ടല്ലോ, ഇതിന്റെ ഉള്ളില് തുണിയുടെ നല്ല വശവും പുറത്താണ് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കും ചെയ്യുന്നത്. കംപ്ലീറ്റ് ഈ ഒരു പേപ്പറിൽ വന്ന അതേപോലെ തന്നെ നമ്മൾ ട്രേസ് ചെയ്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. കണ്ടല്ലോ.
അപ്പൊ നമുക്ക് ആ ഒരു അതേ ആകൃതിയിൽ ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതിൽ നമുക്ക് ക്യാൻവാസ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇതേപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഈ ഒരു ഇതിപ്പോ ലെഫ്റ്റ് സൈഡിലേക്കാണ്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്കുള്ള പീസും കൂടി കോളറും കൂടി ട്രേസ് ചെയ്തെടുക്കണം. അപ്പൊ ഇതും നമുക്ക് ഇതേപോലെ ട്രേസ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ രണ്ട് പീസും ഇതേപോലെ ട്രേസ് ചെയ്തെടുത്തു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ വിട്ടിട്ട് ഇതിലൂടെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിന്റെ താഴെ വശത്ത് ഒരു പീസ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാന്. ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഈ ഒരു പീസിന്റെ കോളർ വരുന്ന ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന ഭാഗത്ത് കൂടെ കംപ്ലീറ്റ് ഈ ഒരു ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ഇട്ടെടുക്കാം. ഇതും അതേപോലെ തന്നെ ചെയ്യാം. ഈ നെക്ക് നമ്മൾ ജോയിൻ ചെയ്യാൻ വരുന്ന ആ ഒരു റൗണ്ട് ഷേപ്പ് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന ഭാഗം കംപ്ലീറ്റ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ രണ്ട് പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഈ ഒരു വശത്ത് കൂടെ ഒക്കെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു വശത്ത് നമ്മൾ കറക്റ്റ് ഈ ലൈനിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. കാണിച്ചു തരാം. ഇതേപോലെ ഈ ഒരു ലൈന് മാത്രം നമ്മൾ ഇതിന്റെ ഒപ്പം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ ബാക്കി വരുന്ന ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ നമുക്ക് ഇതും കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പ് വിട്ട ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുത്തൊക്കെ മറിച്ച് തയ്ക്കുമല്ലോ, അതേപോലെ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു സൈഡിൽ കൂടി കംപ്ലീറ്റ്. ഇനി നമുക്കിതൊന്ന് പുറം മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ നല്ല വശം പുറത്തേക്ക് ആക്കി കൊടുക്കുക. നമ്മൾ ഈ നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ തയ്ച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതേപോലെ പുറത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ രണ്ട് പീസും നമുക്ക് മറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലൂടെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ചെയ്യാം, പക്ഷെ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നേക്കാളും നല്ലത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നതാണ്. പുറത്തേക്ക് പരമാവധി സ്റ്റിച്ച് കാണാത്ത രീതിയിൽ തയ്ച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല വൃത്തി ഉണ്ടാവും. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കോളർ രണ്ടും ഞാനിവിടെ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇനി നമുക്ക് ഇതിന്റെ സെന്റർ ഒന്ന് അടയാളപ്പെടുത്തണം. ഈ ഒരു ബാക്ക് പീസ് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് ഇതിന്റെ ഈ ഒരു സെന്റർ ഭാഗത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ സെന്റർ അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു പീസ് എടുക്കുക, ലെഫ്റ്റ് ഭാഗത്തേക്കുള്ള പീസ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ റൈറ്റ് ഭാഗത്തേക്കുള്ളത് ഏതാന്ന് വെച്ചാൽ അതും എടുക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കറക്റ്റ് സെന്ററിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുക. ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതിലൂടെ നമ്മൾ തയ്ച്ചു പോരുക. ഈ ഒരു അറ്റം വരെ നമുക്കിത് ഇതിന്റെ ഒപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാം ഇതുവരെ. അതേപോലെ ഈ ഒരു ഭാഗത്തും നമ്മൾ ഇതേപോലെ 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതിൽ കൂടി ഇങ്ങനെ ഈ ഒരു വശത്തേക്ക് ഇതേപോലെ തയ്ച്ചു പോരുക. കണ്ടോ, രണ്ടും ഒപ്പാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു കറക്റ്റ് 1/4 ഇഞ്ചിലൂടെ നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് തയ്ച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ ഇതിൽ 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം അത് എനിക്ക് ഈ ഒരു യൂണിഫോമിൽ ഫ്രണ്ടിൽ ഇതേപോലെ 2 ലൈൻ വെക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞാനത് മറന്നത് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ ഈ കോളർ ഇതിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ക്രോസ് പീസ് എടുക്കുക. ക്രോസ് പീസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 1 ഇഞ്ചിൽ കൂടുതലൊന്നും വീതി വരരുത്. വണ്ണം കുറഞ്ഞ ക്രോസ് പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരറ്റത്ത് നിന്ന് 1/4 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ, ഇപ്പൊ ഇത് തയ്ച്ചല്ലോ അതേ അളവിൽ നമ്മൾ ഇതേപോലെ റൗണ്ടില് ഇതിന്റെ മുകളിലൂടെ ഈ ഒരു നല്ല വശത്ത് വെച്ചിട്ട് തന്നെ തയ്ച്ചെടുക്കുക. ഇങ്ങനെ തയ്ച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു അറ്റമൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ ഇതേപോലെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണം ഈ ഒരു അറ്റം സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ഇത് ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുക കേട്ടോ. ഇത് കംപ്ലീറ്റ് ഇങ്ങനെ പോകും. ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യും.
അങ്ങനെയാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണെന്നെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഈ ക്രോസ് പീസ് നിങ്ങൾ മറിച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങോട്ടേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു കോളർ ഇവിടെ വെച്ചിട്ട് കൂട്ടി തയ്ക്കരുത്. ഈ കോളർ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഇതിന്റെ ഉള്ളിലൂടെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പുറത്തേക്ക്, കോളറിന്റെ പുറത്തേക്ക് ആ ഒരു സ്റ്റിച്ച് കാണും. അപ്പൊ അത് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വീഡിയോ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു അറ്റത്ത് നിന്നാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ ഈ ക്രോസ് പീസ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ മറിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് ഈ ഒരു വശത്തേക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ മറിച്ച് വെച്ചു കൊടുക്കുക. ഇതേപോലെ മടക്കിയിട്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വശത്ത് നമ്മൾ 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. ശേഷം നമ്മൾ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നല്ല ക്രോസ് ആയിട്ട് തന്നെ നിങ്ങൾ പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ പീസിന്റെ വീതി കുറവായിരിക്കണം, അല്ലാണ്ട് കൂടിപ്പോവരുത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മറിച്ച് തയ്ക്കുന്ന ടൈമിൽ ചുളിവ് വരാൻ സാധ്യത ഉണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലും ഫാമിലിയിലും ഒക്കെ തയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാം കേട്ടോ. അവർക്കൊക്കെ ഇതൊരു ഉപകാരം ആയിക്കോട്ടെ. അപ്പൊ അതേപോലെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇതേപോലെ നമ്മൾ ഈ ഒരു അറ്റത്തെത്തുമ്പോഴും ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഇതേപോലെ ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ചു കൊടുക്കുക. നേരത്തെ നമ്മൾ ഈ ഒരു വശത്ത് ചെയ്ത പോലെ തന്നെ. എന്നിട്ട് ഈ ഒരു അറ്റത്തെത്തുമ്പോൾ ഇവിടെ നമ്മൾ കെട്ടിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പൊ നമ്മളിത് കംപ്ലീറ്റ് റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് വന്നു. ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ തട്ടാത്ത രീതിയിൽ നമ്മൾ കട്ടിട്ട് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ കംപ്ലീറ്റ് ഇതിനൊക്കെ ഒരു ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ നെക്കിന്. ഇനി നമ്മളിത് ഇങ്ങോട്ടേക്ക് മറിക്കുക. ഇതേപോലെ മറിച്ചിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ മറിക്കുക. ഇപ്പൊ കണ്ടോ, ഈ ഒരു ഭാഗം ഇതിന്റെ മുകളിലേക്ക്, ഇത്ര ഭാഗം ഇങ്ങോട്ടേക്ക് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഒന്നും കൂടെ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കുക. ഈ മടക്കി വെക്കുമ്പോൾ ഈ ഒരു കോളർ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. ഇല്ലാതെ ഇങ്ങനെ വെച്ചാൽ നമ്മൾ തയ്ക്കുന്ന സ്റ്റിച്ച് ഇതിലെ പുറത്തേക്ക് കാണും, കോളറിന്റെ മുകളിലൂടെ വരും. അപ്പൊ അത് വരാതിരിക്കാൻ നമ്മൾ കോളർ ഇങ്ങനെ മറിച്ച് പിടിച്ചിട്ട് വേണം ഈ ഒരു ഭാഗം കംപ്ലീറ്റ് തയ്ച്ചെടുക്കാൻ കേട്ടോ. അപ്പൊ ഇതേപോലെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് മറിച്ച് വെച്ചിട്ട് ഇവിടെ 2 സ്റ്റിച്ച് കൊടുക്കാം. ഒന്ന് കെട്ടിട്ട് തയ്ക്കാം കേട്ടോ. ബാക്കിയുള്ള ഭാഗം കംപ്ലീറ്റ് നമുക്ക് ഇതേപോലെ മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കാം. കോളർ ഇങ്ങനെ പുറത്തേക്ക് വിടർത്തി വെച്ചിട്ട് വേണം നമ്മളിത് തയ്ച്ചെടുക്കാൻ. അപ്പോഴുള്ളൂ ആ ഒരു നെക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ അതിന്റെ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ഇതൊന്നല്ലത്. നമുക്ക് കുറച്ച് ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ള ഒരു നെക്ക് തന്നെയാണ് ഈ ഒരു പീറ്റർ പാൻ കോളർ നെക്ക്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് വെച്ചിട്ട് നല്ല ഫ്രോക്കിനൊക്കെ ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പൊ നിങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. നെക്കിന്റെ വിടുത്തും അതേപോലെ തന്നെ അതിന്റെ ഇറക്കൊക്കെ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ വല്ലാതെ ഇറക്കിയിട്ട് ചെയ്യാതെ കുറച്ച് കയറി നിൽക്കുന്ന ടൈപ്പിൽ ചെയ്താൽ തന്നെ ആയിരിക്കും അത്യാവശ്യം കാണാൻ ഭംഗി ഉണ്ടാവുക. ഇതേപോലെ മടക്കി തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു അറ്റത്തെത്തുമ്പോൾ നമ്മളൊന്ന് കെട്ടിട്ട് തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മള് കോളർ നെക്ക് സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പീറ്റർ പാൻ കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു.
ഇപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള പീറ്റർ പാൻ കോളർ നെക്ക് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്റ്റിച്ച് കണ്ടോ, ഇതിന്റെ ഉള്ളിലൂടെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കോളർ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നിങ്ങളോട് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ അതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമ്മൾ അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.